നമസ്തേ. IPL-ൽ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ലക്നൗ സൂപ്പർ ജയൻസ്. പഞ്ചാബ് കിങ്സിനെതിരെ 21 റൺസിന്റെ വിജയമാണ് ലക്നൗ സ്വന്തമാക്കിയത്. സൂപ്പർ സൺഡേയായ IPL-ൽ ഇന്ന് 2 മത്സരങ്ങളാണ് നടക്കുക. ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് നേരിടുക. IPL ആവശ്യത്തിലേക്ക് സ്വാഗതം. IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസിന് ആദ്യ ജയം. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ 21 റൺസിന്റെ ജയമാണ് ലക്നൗ സ്വന്തമാക്കിയത്. ലക്നൌവിന് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റെടുത്ത യുവതാരം മായങ്ക് യാദവാണ് ടീമിന്റെ വിജയശില്പി. ഏക്ന സ്പോർട്സ് സിറ്റിയിൽ ശിഖർ ധവാന്റെ പോരാട്ടത്തെ നിഷ്പ്രഭമാക്കിയാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ മിന്നുന്ന ജയം. 21 റൺസിനാണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ ലക്നൗ വിജയം സ്വന്തമാക്കിയത്. 200 എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ പഞ്ചാബിന് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നേരത്തെ ടോസ് ലഭിച്ച ലക്നൗ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. അർദ്ധ സെഞ്ചുറിയുമായി ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ക്വിന്റൺ ഡിക്കോക്കും വെടിക്കെട്ട പ്രകടനവുമായി നിക്കോളാസ് പൂരനും ക്രൂനാൽ പാണ്ഡ്യയും കളം നിറഞ്ഞപ്പോൾ ലക്നൗ സ്കോർ 200 അടുത്തെത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന്റെ തുടക്കം മികച്ചതായിരുന്നു. ശിഖർ ധവാന്റെ അർദ്ധ സെഞ്ചുറിയും ജോണി ബെയർസ്റ്റോയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് കരുത്തിലും ആദ്യ 12 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 102 റൺസാണ് പഞ്ചാബ് സ്വന്തമാക്കിയത്. എന്നാൽ തീയുണ്ടകളുമായി യുവതാരം മായങ്ക് യാദവും മുഹസിൻ ഖാനും ആഞ്ഞടിച്ചപ്പോൾ പഞ്ചാബിന്റെ സ്കോർ 20 ഓവറിൽ 178 റൺസിൽ അവസാനിച്ചു. IPL 2024 സീസണിലെ 3 മത്സരങ്ങളിൽ പഞ്ചാബിന്റെ രണ്ടാം തോൽവിയാണിത്. 3 വിക്കറ്റെടുത്ത യുവതാരം മായങ്ക് യാദവാണ് പഞ്ചാബിന്റെ നടുവൊടിച്ചത്. വേഗമേറിയ പന്തുകളുമായി പഞ്ചാബിനെ ഞെട്ടിച്ച മായങ്ക് യാദവ് തന്നെയാണ് കളിയിലെ താരവും. സ്പോർട്സ് ഡെസ്ക്, ജനം. എന്തുതന്നെയായാലും ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബിനെതിരെ ലക്നൗ ആവേശകരമായ ഒരു വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. പഞ്ചാബ്, അതായത് ലക്നൗ ഉയർത്തിയ 200 റൺസിന്റെ വിജയലക്ഷ്യം മറികടക്കുവാൻ പഞ്ചാബിന് സാധിച്ചില്ല. പഞ്ചാബിന്റെ സ്കോർ 178 റൺസിന് അവസാനിക്കുകയായിരുന്നു. ഈ മത്സരത്തിന്റെ വിശദ വിവരങ്ങൾ നൽകുവാനായി BCCI മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇന്നലത്തെ മത്സരം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ആദ്യം ടോസ് ലഭിച്ച് ബാറ്റ് ചെയ്ത ലക്നൗ 199 റൺസ്, അതായത് 200 റൺസ് വിജയലക്ഷ്യമാണ് പഞ്ചാബിന് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പഞ്ചാബ് ആകട്ടെ 178 റൺസിൽ അവരുടെ സ്കോർ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഭാരതത്തിന്റെ യുവ പേസ് നിരമായ അവരുടെയൊക്കെ പ്രകടനം ഇന്നലത്തെ മത്സരത്തിൽ നിർണായകമായി. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിന് ഏത് രീതിയിലാണ് സാർ നോക്കിക്കാണുന്നത്? ഇന്നലെ തീർത്തും ലക്നൗ, എനിക്ക് തോന്നുന്നു ജനം TV-യിൽ തന്നെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ലക്നൌവിന് പൂർണ്ണമായിട്ടും അവര് ഇന്നലത്തെ ബാറ്റർമാരായാലും കൂടാതെ ബൗളർമാരായാലും വളരെ മികച്ച രീതിയിൽ ആധികാരിക വിജയം നേടിയെന്ന് വേണം പറയാനായിട്ട്. പ്രത്യേകിച്ച് 3 ഓവറിൽ ആദ്യത്തെ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ലക്നൗ ആദ്യത്തെ 3 ഓവറിൽ 30 റൺസ് നേടി. KL രാഹുലിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. അപ്പൊ ക്ലിന്റൺ ഡിക്കോക്കിന്റെ അർദ്ധ സെഞ്ചുറി, അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് ഒരു വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അർദ്ധ സെഞ്ചുറി. നിർണായക ഘട്ടത്തിൽ ശിഖർ ധവാന്റെ ഒരു മികച്ച ക്യാപ്റ്റൻസി എന്ന് പറയണം. അർഷദ്ദീപ് സിംഗിനെ കൊണ്ടുവരുന്നു. ശിഖർ ആ വിക്കറ്റ്, പ്രത്യേകിച്ച് ക്ലിന്റൺ ഡിക്കോക്കിന്റെ വിക്കറ്റ് നേടുന്നു. അതിനുശേഷം ആ റോള് നിക്കോളാസ് പൂരൻ, വെസ്റ്റ് ഇന്ത്യൻ താരമായിട്ടുള്ള അദ്ദേഹം ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന്റെ മികച്ച ബാറ്റിംഗ് അത് പറയാതിരിക്കുക വയ്യ. അദ്ദേഹവും ആ റൺ റേറ്റ് ഉയർത്തുന്നതിൽ നിർണായക പങ്കുവച്ചു. പൂരന്റെ വിക്കറ്റും നല്ലൊരു ബോളിംഗ് ചേഞ്ച്, റബാഡനെ കൊണ്ടുവരുന്നു. അദ്ദേഹം ഔട്ടാവുന്നു. അതിനുശേഷമാണ് കളിയുടെ ഒരു മാറ്റം. ക്രുണാൽ പാണ്ഡ്യ, അദ്ദേഹം അവസാന ഓവറുകളിൽ നേടിയ 40-ലധികം റൺസ്, അത് ലക്നൌയുടെ വിജയത്തിന്റെ ആദ്യ പടിയായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മികച്ച രീതിയിൽ ഒരു വലിയ സ്കോർ 200 എന്നുള്ളൊരു വിജയലക്ഷ്യം പഞ്ചാബിന് നൽകുവാനായിട്ട് ക്രുണാൽ പാണ്ഡ്യയുടെ അവസാന പോരാട്ടം, അത് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു എന്നാണ് പറയാനായിട്ട്. എന്തായാലും ലക്നൗ വളരെ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് ഇന്നലെ വിജയം അവർക്ക് അനിവാര്യമായിരുന്നു. ആ വിജയം, പ്രത്യേകിച്ച് മായങ്ക് യാദവ് എന്നുള്ള, ഇവിടെയാണ് IPL-ന്റെ ഒരു വിശേഷവും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഭാരതത്തിന്റെ യുവതാരങ്ങൾക്ക് ഒരു വലിയ വേദി ലഭിക്കുന്നു. ഈ 21 വയസ്സായിട്ടുള്ള ഫാസ്റ്റ് ബോളർ, അദ്ദേഹത്തിന്റെ ആ ഒരു മികച്ച നേട്ടം, 3 വിക്കറ്റ് നേട്ടം, അത് മാൻ ഓഫ് ദ മാച്ച് നേടുന്നു. എന്തായാലും ഇന്നലെ ആ ബോളിംഗ് മികവ് ഏറ്റവും മികച്ച രീതിയിൽ ലക്നൌവിന് ഒരു വിജയലക്ഷ്യം കണ്ടെത്താൻ സാധിച്ചതിൽ ആദ്യപടിയായിട്ട് തന്നെ പറയണം.
പിന്നീട് കൃണാൽ പാണ്ഡ്യ, ഞാൻ പറഞ്ഞില്ലേ, കൃണാൽ പാണ്ഡ്യയും മയങ്ക് യാദവിന്റെയും ബാറ്റിങ്ങും ബോളിങ്ങും തീർത്തും ലക്നൌവിനെ വിജയത്തിലോട്ട് എത്തിച്ചു. ഇവിടെ എടുത്തു പറയേണ്ടത് തോൽവിയുടെ ഒരു കാരണവും കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ശിഖർ ധവാന്റെ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു അർദ്ധ സെഞ്ചുറി, ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആക്സലറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഒരു പക്ഷേ ലക്നൌവിന്റെ ഈ യുവ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള മയങ്ക് യാദവിന്റെ ഒരു മികച്ച ബോളിംഗ് പ്രകടനത്തിലായിരിക്കും അവർ മുട്ടുമടക്കിയത്. എന്തായാലും ലക്നൗ വളരെ ആധികാരികമായിട്ടൊരു വിജയം കരസ്ഥമാക്കി എന്ന് വേണം പറയാൻ. തീർച്ചയായും അത് തന്നെ നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യം തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. കാരണം മയങ്ക് യാദവ് അത് വിക്കറ്റ് നഷ്ടമില്ലാതെയാണ് പഞ്ചാബ് അവരുടെ ആദ്യ 12 ഓവറുകൾ പൂർത്തിയാക്കുന്നത്. അവർ 100-ന് മുകളിൽ റൺസും സ്കോർ ചെയ്തു. എന്നാൽ അതിനുശേഷം മയങ്ക് യാദവിൻ്റെ അടക്കമുള്ള യുവതാരങ്ങളുടെ അടക്കമുള്ള ഒരു സ്പെല്ലിൽ പഞ്ചാബ് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ മയങ്ക് യാദവിൻ്റെ സ്പെല്ലിനെ പറ്റി ഇവിടെ എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം 150-ന് മുകളിൽ ഇന്നലെ കുറേയധികം പന്തുകൾ എറിഞ്ഞു എന്നുള്ളതാണ്. അതായത് പഞ്ചാബിനെ അത് വളരെയധികം സമ്മർദ്ദത്തിലാക്കിയാണ്. 150-ന് മുകളിൽ വരുന്ന പന്തുകൾ സ്വാഭാവികമായും എല്ലാ ബാറ്റർമാരെയും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ മത്സരമാണ്, അദ്ദേഹത്തിന് നേരിട്ട് പരിചയമില്ല. അപ്പോൾ ആ ഒരു സമ്മർദ്ദം, ആ ഒരു അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ് എങ്ങനെയായിരിക്കും? 150-ന് മുകളിൽ പന്തെറിയുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന് ഇനി ഭാരത ടീമിലെ ഈ യുവതാരം എത്രത്തോളം സ്വാധീനമായിരിക്കും ഇനി വരുന്ന IPL മത്സരങ്ങളടക്കം അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്താൽ ഭാരത ടീമിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടാകുമോ? ഇന്നലെ ആ ഒരു ബോളിംഗ് സ്പെല്ല്, കാരണം ഒരു യുവതാരത്തിന് പ്രത്യേകിച്ച് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു അവസരം അവസാന ഓവറുകളാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത്. അപ്പൊ ആ സമ്മർദ്ദം നമ്മൾ നോക്കുക. എതിർ ടീം വിജയത്തിലോട്ട് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ മയങ്ക് യാദവിനെ പോലെയുള്ള യുവ ബോളർക്ക് അവസരം ലഭിക്കുന്നു. അത് വളരെ മികച്ച രീതിയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 150-ലധികം വേഗതയിൽ പന്തെറിയാൻ കഴിവുള്ള ഒരു താരത്തിനെ, നമ്മൾ മയങ്ക് യാദവിനെ പോലെയുള്ള ഒരു താരത്തിന് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഭാരതത്തില് മൂന്നാമത്തെ ഒരു നിര സജ്ജമായിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് സീനിയർ മുതിർന്ന താരങ്ങൾ ഇപ്പൊ ബുംറ ആയാലും ഷമി ആയാലും സിറാജ് ആയാലും ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള താരോദയങ്ങൾ IPL-ലൂടെ വരുന്നു. അതൊരു നല്ല സൂചനയാണ്. അപ്പൊ ഇവർക്ക് ലഭിക്കുന്ന അവസരം വളരെ മികച്ച രീതിയിൽ ഈ യുവതാരങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നതിനൊരു വേദിയായിട്ട് IPL മാറുന്നു. അപ്പൊ ഇനിയുള്ള ഭാവിയിൽ പ്രത്യേകിച്ച് ഭാരതത്തിന് ഫാസ്റ്റ് ബോളർമാരുടെ ഒരു കുറവില്ലാതെ പരിഹരിക്കാനായിട്ട് ഇതുപോലെയുള്ള വേഗത്തിൽ എറിയാനും അതിലും എടുത്തു പറയേണ്ടത് ആ കോൺഫിഡൻസ് ആണ്. ഒരു യുവതാരത്തിന് എത്ര സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇന്നലെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു തുടക്കം. ആ തുടക്കം മികച്ചതാണ്. അത് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യട്ടെ, അതാണ് വേണ്ടത്. കാരണം ഇനിയുള്ള വർഷങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിൽ ഇനിയുള്ള മത്സരങ്ങളും ഇനിയുള്ള വർഷങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് മികച്ച രീതിയിൽ പന്തെറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാരതത്തിന് വേണ്ടി അദ്ദേഹം പന്തെറിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ നന്ദി രംഗനാഥ് സാർ, നമ്മോട് ഇത്ര അധികം സമയം ചെലവഴിച്ചതിന്. IPL-ലെ ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സൂപ്പർ സൺഡേ ആയ IPL ഇന്ന് 2 മത്സരങ്ങളാണ് നടക്കുക. ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് നേരിടുക. ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആദ്യ മത്സരം നടക്കുക. അതേസമയം ഡൽഹി ചെന്നൈ മത്സരം നടക്കുക ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലായിരിക്കും. ഓരോ മത്സരങ്ങൾ വീതം ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഹൈദരാബാദും ഗുജറാത്തും ഏറ്റുമുട്ടുമ്പോൾ ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. രണ്ടാം മത്സരത്തിൽ തുടർച്ചയായ 2 വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ചെന്നൈ ഇറങ്ങുന്നത്. അതേസമയം തുടർ പരാജയങ്ങളിൽ വലയുന്ന ഡൽഹിക്ക് പോയിന്റ് ടേബിളിൽ ചലനം സൃഷ്ടിക്കാൻ ഇന്നത്തെ മത്സരം ജയിച്ചേ തീരൂ. IPL ആവേശത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.